ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ SD ഓഡിയോ ടെക്കിൻ്റെ സ്റ്റാൻഡ് ബൈ കൺട്രോളാണ്. സ്റ്റാൻഡ് ബൈ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രാൻഡഡ് സെറ്റുകളിലൊക്കെ നമുക്ക് ഒരു സ്റ്റാൻഡ് ബൈ സ്വിച്ച് കാണും. ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ആംപ്ലിഫയർ ഓൺ ആവുകയും ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആംപ്ലിഫയർ ഓഫ് ആവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ നോർമലിയുള്ള സ്വിച്ച് പോലെയല്ല. നമ്മൾ സാധാരണ നോർമലി സ്വിച്ച് ഇടുമ്പോൾ ഫേസ് ഡയറക്റ്റ് നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് കയറുകയും നമ്മുടെ ആംപ്ലിഫയർ വർക്കാവുന്നത് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജസ്റ്റ് ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ചാണ് വരുന്നത്. ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, റിലേ വർക്കാവുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്വിച്ച് പ്രസ് ആവുന്ന സമയത്ത് റിലേ ഓൺ ആവും, ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് റിലേ ഓഫ് ആവും. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം സിമ്പിളാണ്. നമ്മൾ AC 230 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ട് ഇവിടെ കൊടുക്കുന്നു. ഫേസ് ന്യൂട്രൽ നമ്മളിവിടെ കൊടുക്കുന്നു. എന്നിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപകരണമാണോ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതിൻ്റെ ഫേസ് ന്യൂട്രൽ ഇവിടെയും കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻഡ് ബൈ സ്വിച്ച്, ഈ ഒരു സ്വിച്ച് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ റിലേ ഓണാവുകയും റിലേ ഓണായി നമുക്ക് ഈ കൊടുക്കുന്ന 230 വോൾട്ട് ഇതുവഴി കയറി ഈ റിലേ വഴി കയറിയിട്ട് റിലേ കൂടെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് നമ്മൾ ട്രാൻസ്ഫോമറിലോട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ഉപകരണമാണ് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കുമ്പോൾ നേരെ റിലേ വഴി കയറി ഇതുവഴി കയറി നേരെ നമ്മളെ ഉപകരണങ്ങളിലേക്ക് പോയി നമ്മൾ ഉപകരണം വർക്കാവും എന്നുള്ളതാണ് ഇവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. സ്റ്റാൻഡ് ബൈയിൽ സാധാരണ വരുന്നത് എങ്ങനെയാണ്, ആ ഒരു ചുവപ്പ് കളറിലായിട്ട് മിന്നി നിൽക്കും. അതേപോലത്തെ അതേ പ്രവർത്തനമാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഒരു സ്പെക്ക് നമുക്ക് നോക്കാം. AC 12 വോൾട്ടാണ് കൊടുക്കാനായിട്ടുള്ളത്. AC 12 വോൾട്ട് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ ആ AC 12 വോൾട്ട് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഈ 240 വോൾട്ടിൽ കൊടുത്തു വെച്ചിരിക്കണം. എന്നിട്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ പവർ വേണം നമ്മൾ ഇവിടെ കൊടുത്ത് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ പവർ അപ്പ് ചെയ്ത് നേരെ ഡയോഡ് വഴി 12 വോൾട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയും ഇവിടെ റെഗുലേറ്റ് IC വെച്ചിട്ടുണ്ട്. 12 അല്ല, ഈ ഇവിടെ കൊടുക്കുമ്പോൾ ഡയോഡ് ചെയ്യും. 12 വോൾട്ടിനെ ഡയോഡ് വെച്ചിട്ട് DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ DC ആക്കി മാറ്റുന്ന സമയത്ത് ഏകദേശം ഒരു 16-17 വോൾട്ട് വരും. പിന്നെ ഇവിടെ ഒരു റെഗുലേറ്റർ IC വെച്ച് ബാക്കി ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കേണ്ടത് AC 12 വോൾട്ട് ഇവിടെ കൊടുത്തിട്ട്. ഇനിയല്ല നിങ്ങൾക്കിനി അങ്ങനെ എടുക്കാൻ പറ്റില്ല. DC നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇപ്പോൾ ഇത് DC സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിലൊരു വയർ സോൾഡർ ചെയ്ത് കൊടുത്തേക്കാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇതൊരു ആംപ്ലിഫയറിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ട് AC സപ്ലൈ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ചെറിയൊരു ട്രാൻസ്ഫോമർ ഇതിനു വേണ്ടി സെപ്പറേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മുടെ ഈ പറയുന്ന ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ തന്നെ അവരൊരു ചെറിയൊരു SMPS അല്ലെങ്കിൽ ചെറിയൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡ് ബൈ സർക്യൂട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ സർക്യൂട്ടുകൾ ട്രാൻസ്ഫോമറിന് അപ്പുറത്തോട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമർ ഓണാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ലക്ഷ്യം. അങ്ങനെ ഓണാക്കുന്നതിന് വേണ്ടി ഈ സ്വിച്ച് പ്രസ് ചെയ്യുക, ട്രാൻസ്ഫോമർ ഓണാവുന്നു അല്ലെങ്കിൽ ആംപ്ലിഫയർ ഓണാവുന്നു. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുക, ആംപ്ലിഫയർ ഓഫ് ആവുന്നു. വളരെ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു PCBയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് PCBയുടെ ഇതിൻ്റെ കേസിൽ നമുക്ക് PCBയുടെ ഒരു ക്വാളിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ വരുന്നത്. എന്നാലും PCB നല്ല രീതിയിലാണ് SD ഓഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് കുറച്ച് SMD വരുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്കിത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ SD ഓഡിയോ ടെക്കിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു 500-600 രൂപയ്ക്കകത്തൊക്കെയുള്ള വിലയായിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് അവരെ പോയി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു 30 നൈസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ 30 ആംപിയർ റിലേ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അവർ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ലോഡൊക്കെ ഇത് താങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു റിലേ തന്നെയാണ്. നൈസിൻ്റെ റിലേ അത്യാവശ്യം നല്ല റിലേ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ SD ഓഡിയോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.